ആട്ടും കൂത്തും തോന്നിയാസവുമായി നടക്കുന്നു. എന്താ നമ്മുടെ വയലിൽ പണിയെടുക്കാനും മടി? മറ്റു പല സ്ഥലത്തും പോയി പണിയെടുക്കുന്നത് നാം അറിയുന്നുണ്ട്. നീയൊക്കെ നമ്മുടെ പഠിക്കലെ പണിക്കാരാ, മറക്കണ്ട. അമ്രാനെ പൊറുക്കണം, അതെന്റെ കുട്ടിക്ക് ദീനായിന്, അതുകൊണ്ടാ. ധീരമാണ് പോലും. ജീവിക്കാനുള്ളതാണെങ്കിൽ ജീവിക്കും, അല്ലെങ്കിൽ ചത്തോളും. രണ്ടായാലും നമുക്കൊന്നുമില്ല. പക്ഷേ പണിക്ക് വന്നില്ലെങ്കിൽ അതിന്റെ നഷ്ടം നമുക്കാ. ഇന്നലെ പണിക്ക് വരാത്തതിന്റെ ചെറിയ ശിക്ഷ നൽകണ്ടേ ഉണ്ണിയാമായവർക്ക്? തമ്പുരാനെ, അടിക്കരുത്. അടിച്ചാൽ ധിക്കാരി, നീ ആരാ നമ്മളോട് ആജ്ഞാപിക്കാൻ? നാം ആരാണെന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കും. ഓഹോ, അങ്ങനെയോ? നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നാം കാരക്കോട്ട് വടക്കേ കോവിലകത്ത് അഷ്ടമൂർത്തി തമ്പുരാൻ. എന്താ സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല, പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ട്. വൃത്തികെട്ട ശവം, ഭ്രാന്ത് പറയാതെ മരണ. തമ്പുരാനെ, നമ്മുടെ ശരീരത്തിനേ ഒഴുക്കുള്ളൂ, അത് കഴുകിയാൽ പോകും. പക്ഷേ തമ്പുരാന്റെ മനസ്സിലാണ് അഴുക്ക്. അത് മാറണമെങ്കിൽ ഭഗവത് പാദങ്ങളിൽ ശരണം പ്രാപിക്കുക തന്നെ വേണം. അധിക പ്രസംഗി, നാം ഇവരെ അടിക്കാൻ പോകുന്നു. നീ എന്ത് ചെയ്യുന്നു നാം ഒന്ന് കാണട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കണേ. എന്താ കാരക്കോട്ട് വടക്കോവിലകത്ത് അഷ്ടമൂർത്തി തമ്പുരാൻ അടിക്കുന്നില്ലേ? അഹങ്കാരി, താൻ തെണ്ടിപ്പണിക്ക് നടക്കുന്ന ഒരു കൺകെട്ടുകാരനാണല്ലേ. നിന്നെ നാം കാണിച്ചു തരാം. ഇനിയും പോയില്ലേ നിങ്ങൾ? സഹോദരിമാരെ, നിങ്ങൾക്ക് പോകാം. നാമും ഒരു കാഴ്ച കാണിക്കാനാണ് വന്നത്. നീലകണ്ഠ, ജടാധര, സംഹാരമൂർത്തി, അങ്ങ് പ്രത്യക്ഷപ്പെട്ടാലും അങ്ങ് പ്രത്യക്ഷപ്പെട്ടാലും അങ്ങ് പ്രത്യക്ഷപ്പെട്ടാലും
അമ്മേ മഹാമായി, ശക്തി സ്വരൂപിണി, രുതിര നർത്തകി, ശത്രുനാശിനി, മാതൃവാത്സല്യനി, അങ്ങയുടെ പാദങ്ങളിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാൻ സമയമായി. അങ്ങയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ നമുക്ക് സമയമായി. അങ്ങയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ നമുക്ക് സമയമായി.
കണ്ടില്ലേ ഒരു സ്ത്രീയുടെ വിലാപം? അപമാനത്തിന്റെ ചെടിവള്ളികൾ ചുറ്റി വരിയുമ്പോഴും പ്രഗത്ഭരും അധികാരത്തിന്റെ സോപാനങ്ങളിൽ വിരാജിക്കുന്നവരും ഭയം കൊണ്ടും വിധേയത്വം കൊണ്ടും മിണ്ടാതിരുന്നപ്പോൾ അനീതിക്കെതിരെ അവൾ ശബ്ദിച്ചത് കണ്ടില്ലേ? വരാൻ പോകുന്ന കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് മുഖം നൽകിയവളാണവൾ. എന്നെ സഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഞെട്ടലിൽപ്പെട്ട് വന്യമായ ഈ സദസ്സിനെ വന്ദിക്കാൻ ഞാൻ മറന്നുപോയി. ഈ ആത്മീയനെ നിങ്ങളെ വിനൂതമായി വന്ദിക്കുന്നു. രാജാവ് അനിഷ്ടപ്രകാരം ചെയ്തു കളിക്കാൻ വന്നതല്ല. ക്ഷണിച്ചു വരുത്തിയതാണ്. ചോദ്യം പ്രകടനമല്ലാത്ത അദ്ദേഹത്തെ പ്രകടനായ ശകുനി പരാജയപ്പെടുത്തുകയായിരുന്നു. അതെങ്ങനെ ധർമ്മദ്യൂതമാകും? ഭർത്താവ് തോറ്റാൽ ഭാര്യ അടിമയാകുമെങ്കിൽ വീണ്ടും എന്നെ പണയം വെച്ചതെന്തിനാ? അതിന്റെ ന്യായം എന്തെന്ന് പറയുക. അത് ഈ സഭ പറഞ്ഞേ തീരും. മുഴുവന്മാരുമായ 5 ഭക്തന്മാർ നോക്കി നിൽക്കെ അവരുടെ ഭാര്യയുടെ വസ്ത്രം വഹിക്കാൻ ദുരാചാരികൾക്ക് ധൈര്യം വരുന്നത് എന്തുകൊണ്ട്? അടിമത്തത്തിന്റെ പേരിൽ പിന്നാലെ വീരന്മാരായിട്ടും അധർമ്മത്തിനെതിരെ വീട് നടക്കാൻ കഴിയാതെ പോയ എന്റെ ഭർത്താക്കന്മാരെ ഓർത്ത് ഞാൻ സഹതപിക്കുന്നു. അധികാരം അധർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ഒരു സ്ത്രീ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു രാജഭക്തിയായ എനിക്ക് ഇതാണ് ഗതിയെങ്കിൽ സാധാരണ സ്ത്രീയുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ട്. ആണുങ്ങൾ എത്ര പ്രഗത്ഭരാണെങ്കിലും മാനസികമായ അടിമയായി പോയാൽ ഒരു സ്ത്രീ ഇതിൽ കൂടുതലും അനുഭവിക്കേണ്ടി വരും. ഒരു രാജ്യത്ത് ഒരു സ്ത്രീ സുരക്ഷിതയാണെങ്കിൽ ആ രാജ്യം അതിന്റെ സമ്പൂർണ്ണതയിലാണ്. അല്ലെങ്കിൽ മറിച്ച് കൃഷ്ണ കൃഷ്ണയെ അറിയുന്നില്ലേ? ഈ ദുർമാർഗികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ. ഇനി ഒന്നല്ലാതെ മറ്റു ശരണമില്ല. കൃഷ്ണ, അങ്ങയുടെ സോദരിയാണ് വിളിക്കുന്നത്. കൃഷ്ണ.
അധികാരങ്ങളും ഉണ്ടായിട്ടും രക്തത്തിൽ കുളിച്ച് കഴുകനും കുറുനരിക്കും ഭക്ഷണമാകാൻ കാത്തിരിക്കുന്ന ഒരു മഹാരാജാവിനെ കാണണ്ടേ കാണണ്ടേ. അങ്ങ് വിചാരിച്ചതുപോലെ തന്നെ നടന്നു അല്ലേ? ഗദായുദ്ധത്തിന്റെ ആയോധന ധർമ്മം ഒരു ശങ്കയും കൂടാതെ ലംഘിച്ചാണ് ഭീമൻ നമ്മെ ഈ വിധത്തിലാക്കിയത്. അതിനെന്തെങ്കിലും സഹായിച്ചില്ലേ? അല്ലയോ ദുര്യോധന, അങ്ങ് സുകാമിനിയുക്തനാണ്. സ്വന്തം കാമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ. കാമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് തെറ്റല്ല. പക്ഷേ കാമങ്ങൾക്ക് ധർമ്മത്തിന്റെ കടിഞ്ഞാനിടണം. അങ്ങനെ കടിഞ്ഞാനിടുമ്പോൾ ആ വ്യക്തി ധർമ്മയുക്തനാകും. നീ ധർമ്മയുക്തനല്ല ദുര്യോധന. ധർമ്മയുക്തനായ വ്യക്തിയായിരിക്കണം ജനങ്ങളുടെയും ഭരണകൂടത്തിന്റെയും നേതാവാകേണ്ടത്. അങ്ങനെ ഒരു ഭരണാധികാരി പ്രവർത്തിക്കുന്നില്ലയോ, അയാൾക്ക് നിന്റെ ഈ ഗതി തന്നെ വന്നു ചേരുന്നു. നമ്മുടെ അധർമ്മകർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഭീമൻ നമ്മോട് ചെയ്തത് അധർമ്മമല്ലേ? എന്തേ കൃഷ്ണ, അക്കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണോ? അല്ല, നമുക്കെല്ലാം അറിയാം. ഗദായുദ്ധത്തിൽ അരക്ക് താഴെ ഗദാഘാതം പാടില്ല എന്നതാണ് ആയോധന ധർമ്മ നിയമം. ഒരു നിയമം ലംഘിക്കുമ്പോൾ ആ നിയമലംഘനം കൊണ്ട് ആ നിയമം അനുശാസിക്കുന്നതിനേക്കാൾ മഹത്തായ മറ്റൊരു ധർമ്മം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ധർമ്മം. അതിവിടെ സാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അല്ലയോ കൃഷ്ണ, അങ്ങ് പണ്ടേ വാക്ചാതുര്യത്തിൽ സമർത്ഥനാണല്ലോ. നാം മരണം കാത്തുകിടക്കുകയാണ്. വേദന, അസഹ്യം. നമ്മെ രക്ഷിക്കൂ, നമ്മെ രക്ഷിക്കൂ. സുയോധന, സാധാരണ മരിക്കുന്നത് പ്രായാധിക്യത്തിൽ ആണെങ്കിലും മരണത്തിന് പ്രായഭേദമില്ല. രോഗത്തിലും അരോഗത്തിലും മരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരാം. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം മരണത്തിൻ്റെതാണ്. ജീവികളുടെ ആരംഭത്തിൽ സ്ഥാപിതമായ ആ സാമ്രാജ്യം. മറ്റെല്ലാ സാമ്രാജ്യങ്ങൾ തകർന്നാലും ഈ സാമ്രാജ്യം തകരുകയില്ല. നിനക്ക് ആ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി. ഇതുവരെ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളും എന്നെ ദർശിച്ചതോടുകൂടി കഴുകി കളഞ്ഞിരിക്കുന്നു. നിനക്കായി സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ടിരിക്കുന്നു. ശിവധന, മംഗളം, നിനക്ക് മംഗളം. കണ്ടില്ലേ ആ കാഴ്ച? ഇത്രയും കാലം താലോലിച്ചു പട്ടുമത്തേൽ കിടക്കേണ്ട ആ ശരീരം വെറും നിലത്ത് രക്തം വാർന്നൊഴുകി കിടക്കുന്നത് കർമ്മഫലം. കർമ്മഫലം അല്ലാതെന്തു പറയാൻ? നിൽക്കൂ, ഒരു കാഴ്ച കൂടി കണ്ടിട്ട് പോകാം. താലോലിച്ചു പോറ്റി വളർത്തിയ മക്കൾ ഒന്നില്ലാതെ അടർക്കളത്തിൽ മരിച്ചു വീഴുമ്പോൾ വിങ്ങിപ്പൊട്ടിപ്പോയ ഒരു അമ്മ. സ്വന്തം മക്കൾ എത്ര അധർമ്മങ്ങളാണെങ്കിലും അമ്മയ്ക്ക് അവർ പൊന്നോമനകളാണ്. ഏതു മാതൃഹൃദയം വേദനിച്ചാലും അതിന്റെ കാരണക്കാർ നാശത്തിന്റെ കാണാക്കയങ്ങളിൽപ്പെട്ട് ഭസ്മീകരിച്ചു പോകും, ഭസ്മീകരിച്ചു പോകും, ഭസ്മീകരിച്ചു പോകും. കാണാം, നമുക്ക് കാണാം.
ആ അമ്മയുടെ ഹൃദയം പൊട്ടിയൊലിച്ചു വരുന്ന രക്തപ്പടർപ്പുകളിൽ നമ്മുടെ ഹൃദയം ചേർത്തു വെക്കാം. നമുക്ക് തൊഴുതു നിൽക്കാം, നമുക്ക് തൊഴുതു നിൽക്കാം, നമുക്ക് തൊഴുതു നിൽക്കാം. കൃഷ്ണ, ഭർത്താക്കന്മാർ മരിച്ച എന്റെ സ്പൃശകളുടെ ദുഃഖം നീ കാണുന്നില്ലേ? പിതാക്കളും ഭർത്താക്കന്മാരും ബന്ധുക്കളും നഷ്ടപ്പെട്ട ആർക്കിനി എന്താണ് ഗതി? മക്കൾ മരിച്ച അമ്മമാരുടെ കരൾ പിളർക്കുന്ന സങ്കടത്തിന് എന്താണ് പരിഹാരം? ഞാൻ ദുഃഖത്തിൽ നിറയുകയാണ്. കൃഷ്ണ, പട്ടുമെത്തയിൽ സുഖം പോരാതെ ദുര്യോധനനും ദുശാസനും പടക്കളത്തിലെ ചോര കൊണ്ട് നനഞ്ഞ ഈ മണ്ണിൽ പൂണ്ട് കിടക്കുന്നു. ദുശാസനന്റെ മാറിടം പിളർന്ന് ഭീമൻ ചോര കുടിച്ചില്ലേ കൃഷ്ണ? ഹേ കൃഷ്ണ, ഏത് കൊടിയ ക്രോധത്തിലും മനുഷ്യരായി പിറന്നവരാരെങ്കിലും ഇത്രയ്ക്ക് ക്രൂരത ചെയ്യുമോ? 100 മക്കളെയും ഒന്ന് കാഞ്ചില്ലേ ഗോവിന്ദ? വയസ്സേറെ ചെന്ന അന്ധവൃദ്ധനെയും വൃദ്ധയായ എന്നെയും ശുശ്രൂഷിക്കാൻ ഒരുത്തിനെയെങ്കിലും മാറ്റി വയ്ക്കാമായിരുന്നില്ലേ? അതും നീ ചെയ്തില്ലല്ലോ കൃഷ്ണ, നീ ചെയ്തില്ലല്ലോ. മക്കളുടെ ചോര പുരണ്ട മണ്ണിലൂടെ നടന്നു വരുമ്പോൾ മുലപ്പാലിന്റെ ഗന്ധമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കണ്ട, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലയോ കൗരവ മാതാവേ, നാം ഒന്ന് പറയട്ടെ. വേണ്ട, നീ കള്ളപ്പച്ചിരിയുമായി ഒന്നും പറയണ്ട. നീ വിചാരിച്ചിരുന്നുവെങ്കിൽ മഹാവിനാശത്തിൽ എരിഞ്ഞിറങ്ങിയ കൗരവപ്പാണ്ഡവയുദ്ധം നിനക്ക് തടയാൻ കഴിയുമായിരുന്നു. നിന്റെ സ്വന്തം ആഗ്രഹപ്രകാരമാണ് എന്റെ പുത്രൻ നശിച്ചത്. ഞാൻ അനുഷ്ഠിച്ചു പോന്ന പാതിവൃത്യ തപസ്സിന് ഫലമുണ്ടെങ്കിൽ ആ തപഫലം ഉപയോഗിച്ച്, അല്ലയോ ചക്രോധര, നിന്നെ ഞാൻ ശപിക്കുന്നു. തമ്മിൽ കൊല്ലാൻ ഉത്സാഹിച്ചു പൊരുതിയ കൗരവ പാണ്ഡവന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ ഉപേക്ഷിച്ചു നൽകിയാൽ, ഹേ ഗോവിന്ദ, നിനക്ക് ജ്ഞാതികളെ കൊല്ലാൻ ഇടവരട്ടെ. ഇന്നേക്ക് 36-ാം ആണ്ടെത്തുമ്പോൾ പുത്രന്മാരും ജ്ഞാതികളും അമാത്യന്മാരും കൊല്ലപ്പെട്ട് കാട് കയറി നീചോപായത്താൽ നീയും നിന്റെ കുലവും നശിച്ചു പോകട്ടെ. ഇത് വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ ഞങ്ങൾ കരയുന്നത് പോലെ അന്ന് യാദവ സ്ത്രീകളും കരയാനിടവരട്ടെ. ഹേ സുഹൃതേ, യാദവ വംശം മുടിക്കാൻ ഞാനല്ലാതെ ശക്തനായി മറ്റാരുമില്ല. അത് ചെയ്യാൻ ഞാൻ നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. അവരെ ദേവാസുരന്മാർക്കോ മനുഷ്യർക്കോ കൊല്ലാനാകില്ല. യാദവന്മാർ അന്യോന്യം തല്ലി മരിക്കും, അതെനിക്കറിയാം. മക്കൾ ദുരാമാരികളായി മാറിയാൽ അച്ഛനമ്മമാർ എന്തു ചെയ്യും? യുദ്ധം പരമാവധി ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. വിധി അഹങ്കാരത്തിന്റെ ചിറകിലേറി വരുമ്പോൾ അത് തടയാൻ എനിക്ക് പോലും ആകില്ല. അമ്മയുടെ മക്കളെല്ലാം സ്വർഗം പോകിയിരിക്കുന്നു. ശാന്തയാകൂ, ശാന്തയാകൂ. അഹങ്കാരം കൊണ്ട് അക്രമത്തിന് ഇറങ്ങുമ്പോൾ കരുതുക, ഇതായിരിക്കും ഫലമെന്ന്.
എന്ത് എന്ത് ചിലമ്പിന്റെ ശബ്ദം. അതെ, ചിലമ്പിന്റെ ശബ്ദം. നിന്നെ മറന്നതല്ല, ഓർക്കാതിരുന്നതാ. പലതും മറക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ ഓർമ്മകൾ തഴുകി ഉണർത്തുന്നത്. പലതും ഞാൻ മറന്നിട്ടുണ്ട്, പലതും ഞാൻ ഓർത്തിട്ടുമുണ്ട്. എന്നാൽ അതിൽ മറക്കാൻ കഴിയാത്ത ഒരൊറ്റ രംഗം കണ്ടിട്ട് പോകൂ. ആ ഒരു രംഗം കൂടി കണ്ടിട്ട് പോകൂ. പാണ്ഡ്യമഹാരാജ്യത്തെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച കോവലൻ എന്ന തസ്കരന്റെ ശിരച്ഛേദം നടത്താൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ഒരു കള്ളനെയും വെച്ചു പൊറുപ്പിക്കില്ല. എല്ലാ കള്ളന്മാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഹേ പാണ്ഡ്യരാജാവേ, അങ്ങ് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു. നിരപരാധിയായ എന്റെ ഭർത്താവിനെ സത്യസന്ധമായ വിചാരണ കൂടാതെ ചിരച്ഛേദം ചെയ്തിരിക്കുന്നു. ഇത് നീതി നിഷേധമാണ്. ഈ നീതി നിഷേധം കൊണ്ട് ഈ രാജ്യവും അങ്ങയുടെ സിംഹാസനവും കളങ്കപ്പെട്ടിരിക്കുന്നു. ആരാണ് നീ? ഇവിടെ വന്ന് നമ്മയെയും നമ്മുടെ രാജ്യത്തെയും അപമാനിക്കുന്നത് എന്തിന്? രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയുമോ നിനക്ക്? മഹാരാജാവേ, എന്നെയല്ല ശിക്ഷിക്കേണ്ടത്, അങ്ങനെയാണ്. ഞാൻ എന്റെ രാജ്യത്തിൽ അപമാനം വരുത്തി വെച്ചത് നിങ്ങളാണ്. ഒരു നിരപരാധിയെ ശിക്ഷിച്ച് ഈ രാജ്യത്തിന്റെ സൽക്കീർത്തിയെ ഇല്ലാതാക്കിയത്. ഇനിയും നീ ആരാണെന്ന് പറഞ്ഞില്ല. ഒരു ചിലമ്പ് മോഷ്ടിച്ചു എന്ന പേരിൽ കള്ളക്കുറ്റം ചുമത്തി നിഷ്കരണം വധിച്ച കോവലൻ എന്ന സാധാരണക്കാരന്റെ ഭാര്യ കണ്ണകി. അവൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് നാം വധിക്കാൻ ഉത്തരവിട്ടത്. ചിലമ്പ് മോഷ്ടിച്ചു എന്ന് അങ്ങക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? അത് എന്റെ ചിലമ്പാണ്. അങ്ങയുടെ ഭാര്യയുടെ ചിലമ്പിനുള്ളിൽ എന്താണ് നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് അങ്ങേക്ക് അറിയാമോ? അറിയാം. രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ മുത്തുകളാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. മുത്തുകൾ. അങ്ങ് പറഞ്ഞത് സത്യമല്ലേ? അതെ, നാം പാണ്ഡ്യരാജ്യത്തെ രാജാവാണ്. നാം അസത്യം പറയാറില്ല. എങ്കിൽ എന്റെ പതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ചിലമ്പ് പൊട്ടിച്ചു നോക്കൂ. അത് മുത്താണോ എന്ന്. എന്റെ ചിലമ്പിൽ നിറച്ചിരിക്കുന്നത് രക്തങ്ങളാണ്. രക്തങ്ങൾ. ആരെവിടെ? ആ ചിലമ്പ് കൊണ്ടുവരും. നീ ഈ സഭയിൽ വന്ന് ഒരു രാജ്ഞിയെ പോലെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിൽ നീ പറഞ്ഞതുപോലെ രത്നങ്ങളല്ല ഉള്ളതെങ്കിൽ നീയും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. നാം ഒരു സ്ത്രീ ഹത്യയ്ക്ക് ഒരുങ്ങുന്നില്ല. എന്നാൽ കാരാഗ്രഹവാസം സുനിശ്ചിതമായും നീ അനുഭവിക്കേണ്ടി വരും. നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നമ്മോട് ക്ഷമിച്ചാലും അല്ലയോ മഹാരാജാവേ, ന്യായാന്യായം വിചിന്തനം ചെയ്ത് തെറ്റും ശരിയും കണ്ടെത്താതെ ഒരു കുരുടനെ പോലെ അങ്ങൊന്നും കാണാതെ ശിക്ഷ വിധിച്ചതിനാൽ അങ്ങയുടെ രണ്ട് കണ്ണുകളുടെ കാഴ്ച നശിച്ചു പോകട്ടെ. അയ്യോ, നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മോട് ക്ഷമിച്ചാലും നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. ക്ഷമിച്ചാൽ ഇല്ല, ഇല്ല, ഒരു രാജാവിന് അറിയാതെ തെറ്റി പറ്റിക്കൂടാ.
അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല അങ്ങ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിലും ദൈവതുല്യനാണ്. ആ ദൈവത്തെയാണ് അങ്ങ് വധിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. അതിനാൽ കണ്ണുനീര് ശമിക്കുന്നു. എന്റെ പാതിവൃത്യത്തിന് ശക്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യവും കത്തിച്ചാമ്പലാകട്ടെ.
ചിന്തകളും ദുരഭിമാനങ്ങളും. അവസാനം വെറും ചാരം മാത്രമായി. പക്ഷേ ആ ചാരം പുതിയ വിത്തുമുളച്ച് ചെടിയായവയ്ക്ക് വളമായി മാറും. വീണ്ടും പുതിയ ചിന്തകളും സ്വപ്നങ്ങളും പിറവിയെടുക്കുന്നു. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി എനിക്കും പോകാൻ സമയമായി. പോകുന്നതിന് മുൻപേ ഇതാ നിങ്ങൾക്കെന്റെ സമ്മാനം. പരിപാടി കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും ചേലൂർ കലാക്ഷേത്രയുടെ നന്ദി.